ടച്ചിങ്സ് നൽകാത്തതിന് തൃശൂരിൽ ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ജില്ല തൃശൂരാണ്. പുതുക്കാട് മേഫെയർ ബാറിലെ ജീവനക്കാരൻ എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. അളഗപ്പ നഗർ സ്വദേശി ഫിജോ ജോണിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് പ്രതി. ജെയ്സൺ ചാവോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഇതെന്താണ് ടച്ചിങ്സ് നൽകാത്തതിന് ആളെ കുത്തിക്കൊല്ലിയോ? ഇതെന്താ സംഭവം ജെയ്സൺ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ പകൽ ഈ മേഫെയർ ബാറിലേക്ക് മദ്യപിക്കാൻ ഫിജോ ജോൺ എത്തി. ഇതിൽ ഈ ഭക്ഷണവും മദ്യവും കഴിക്കുന്നതിനിടയിൽ വേണ്ടത്ര ടച്ചിങ്സ് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ബാർ ജീവനക്കാരുമായി പകൽ തന്നെ ഈ ബാറിനകത്ത് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി, വാക്കുതർക്കമുണ്ടായി, ചെറിയ തോതിൽ കയ്യാങ്കളിയൊക്കെ ഉണ്ടായി. ഇതിനുശേഷം ഇയാൾ മടങ്ങി തൃശ്ശൂരിലേക്ക് എത്തി. തൃശ്ശൂരിൽ നല്ലൊരു കത്തിയോഗ്യം വാങ്ങി പിന്നീട് തൃശ്ശൂരിൽ നന്നായി മദ്യപിച്ച് രാത്രി ഏകദേശം 11:30 ഈ ബാറിന്റെ മുന്നിലേക്ക് എത്തുന്നു. ഈ ബാർ ജീവനക്കാരൻ ബാറൊക്കെ പൂട്ടിയ ശേഷം പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടയിലാണ് ഇയാളെ ആക്രമിക്കുന്നത്. എരുമപ്പെട്ടി സ്വദേശിയാണ് ഹേമചന്ദ്രൻ. ഇയാളെ ആക്രമിക്കുന്നു. ഇയാളെ കഴുത്തിലാണ് കുത്തുന്നത്, കൊലപ്പെടുത്തുന്നു. പിന്നീട് ഇയാളിപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. ഏതായാലും അതിദയനീയമായ ഒരു സംഭവമാണ് നടന്നത്. ഒരു ബാറിൽ ജെയ്സൺ ഇയാൾ വന്ന് കുടിച്ചു, അതിനുശേഷം ടച്ചിങ്സ് കൊടുക്കാതെ വന്നു, അവിടെ ഉണ്ടെന്നുള്ളത് ഉണ്ടായി, പിന്നെ തിരിച്ച് ടൗണിൽ പോയി കത്തി വാങ്ങിച്ചിട്ട് വന്ന് കുത്തിയ. അതെ, അതാണ് സംഭവിച്ചത്. ആ പക കൊണ്ട് തന്നെ ആൾ പുറത്തേക്ക് പോകുന്നു. പിന്നീട് തൃശ്ശൂർക്ക് എത്തുന്നു. തൃശ്ശൂരിൽ നിന്ന് വീണ്ടും മദ്യപിക്കുന്നു. കൊലപ്പെടുത്താനുള്ള ആയുധം കത്തി വാങ്ങുന്നു. പിന്നീട് തിരിച്ച് ഇയാൾ ഒരുപക്ഷെ കുറെ നേരം ഈ ബാറിന് പുറത്ത് കാത്തുനിന്നിട്ടുണ്ടാകാം സാധ്യതയുണ്ട്. ഈ ബാറിലെ ജീവനക്കാരെല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ഇയാൾ ആക്രമിക്കുന്നത്. വളരെ തുച്ഛമായ വരുമാനമൊക്കെ അല്ലേ ഉള്ളൂ ഈ ബാർ ജീവനക്കാരായിട്ട് ജീവിക്കുന്ന ആളുകൾക്കല്ലേ, ഈ ടേബിൾ ബോയ്സിനൊക്കെ. അങ്ങനെയുള്ള ആളല്ലേ ഈ ഹേമചന്ദ്രൻ. അയാളുടെ തുച്ഛമായ വരുമാനം കൊണ്ട് കഴിയുന്ന ഒരു കുടുംബമൊക്കെ ഉണ്ടാവില്ലേ പാവം? തീർച്ചയായും അരുൺകുമാർ. അതീവ ബാർ ജീവനക്കാരെന്നൊക്കെ പറയുന്നത് വളരെ സാധാരണക്കാരാണ്, വളരെ പാവപ്പെട്ടവരാണ്. ദിനം പ്രതി തുച്ഛമായ തുകയ്ക്ക് തൊഴിലെടുക്കുന്നവരാണ്. അവരുടെ വീട്ടിലെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് ബാറിലൊക്കെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. എങ്കിൽ പോലും സ്വന്തം ജീവൻ പോറ്റാൻ, തന്നെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി നടത്തുന്ന തൊഴിൽ, അതിനിടയിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കൂടി വിധേയരാകേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും മരിച്ച എരുമപ്പെട്ടി സ്വദേശിയാണ്. 64 വയസ്സുണ്ട് അദ്ദേഹത്തിന്. കൊലയാളി എന്ന് പറയുന്നത് അളഗപ്പനഗർ സ്വദേശി, ആമ്പല്ലൂർ സ്വദേശി തന്നെയാണ് ഫിജോ ജോൺ. അയാൾ ചെറുപ്പക്കാരനായിരിക്കും അല്ലേ? ഈ കൊന്നയാൾ ചെറുപ്പക്കാരനായിരിക്കും. വെറും 40 വയസ്സ് മാത്രമേ ഉള്ളൂ. 24 വയസ്സ് കൂടുതലുള്ള ഒരാളെയാണ് ഇയാൾ കുത്തിക്കൊന്നിരിക്കുന്നത്. താങ്ക് യു ജെയ്സൺ. ആ വാർത്ത പക്ഷേ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായി പോയി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ബാർ ബോയ്സായിട്ടും ബാർ ജീവനക്കാരുമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അവർ തുച്ഛമായ പ്രതിഫലനത്തിന് വേണ്ടി അവരുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി വരുന്ന 64 വയസ്സുള്ള ഹേമചന്ദ്രൻ ആ ബാറിൽ വന്ന് പണിയെടുക്കണമെങ്കിൽ ആ സാഹചര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. റിട്ടയർമെൻറ്റ് ചെയ്ത് ജീവിതം കൊച്ചുമക്കളോടൊപ്പം സുഖമായിട്ട് കഴിയേണ്ട സമയത്ത് സാമ്പത്തിക പ്രാരബ്ധ കാരണമാണ് ആ ബാറിൽ വന്ന് പണിയെടുക്കുന്നത്. അയാളെയാണ് കുത്തിക്കൊന്നത്. ടച്ചിങ്സ് കിട്ടാത്തതിന് പേരിൽ കുത്തിക്കൊല്ലുക, ലേസ് കിട്ടാത്തതിന് പേരിൽ അടികൂടുക, പപ്പടം കിട്ടാത്തതിന് പേരിൽ കല്യാണസദ്യയിൽ അടികൂടുക, ഇതൊക്കെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ ടച്ചിങ്സ് കിട്ടാത്തതിന് കുത്തിക്കൊന്നു എന്ന വാർത്തയാണ് വരുന്നത്. മദ്യമുണ്ടാക്കുന്ന വിപത്തെ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രമാത്രം പ്രശ്നമായിരിക്കും ഈ സാധനം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ്. ടച്ചിങ്സ് ഇല്ലെങ്കിൽ അപ്പോൾ പ്രേക്ഷകരെ, നോ ടച്ചിങ്സ് കേട്ടാ.